നവദുർഗാ ഭാവങ്ങളിൽ മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രഘണ്ഠ. നവരാത്രിയിൽ 3-ാം ദിവസം ദുർഗാദേവിയെ ചന്ദ്രഘണ്ഠ ഭാവത്തിൽ ആരാധിക്കുന്നു. നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ അർദ്ധചന്ദ്ര അടയാളമുള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്നറിയപ്പെടുന്നു. ചന്ദ്രൻ എന്നത് ബോധമണ്ഡലത്തെയും മണി എന്നത് നാദത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വളരെ വലിയ ശിവബോധപ്രാപ്തി രഹസ്യം ഈ ദേവിയുടെ സ്വരൂപത്തിനുണ്ട്. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുണ്ട്. 3-ാം രാത്രി ചന്ദ്രഘണ്ഠയുടെ ആരാധനയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രഘണ്ഠ ദേവിയുടെ ശരീരത്തിന് സ്വർണ്ണ നിറമാണ്. 10 കൈകളിൽ ആയുധമേന്തിയിരിക്കുന്ന ദേവി സദാ യുദ്ധസന്നദ്ധയായിരിക്കുന്നു. ദേവിയുടെ അലറുന്ന ശബ്ദം ദുഷ്ടശക്തികളെ ഭയചകിതരാക്കി പാലായനം ചെയ്യിക്കുന്നു. ദേവി പ്രസന്നയായി ഒന്ന് നോക്കിയാൽ മതി എല്ലാ വിഷമതകളും എന്നേക്കുമായി ഇല്ലാതാവുവാൻ. ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുകയും ഭക്തർക്ക് എപ്പോഴും മംഗളങ്ങളെ ചെയ്യുകയും ചെയ്യുന്നതിനാൽ കല്യാണി എന്ന പേരും ദേവിക്കുണ്ട്. ചന്ദ്രഘണ്ഠ ദേവി ഭക്തപ്രിയയാണ്. സ്മരണമാത്രയിൽ തന്നെ ഭക്തരുടെ രക്ഷയ്ക്കെത്തി സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുമെന്നും വിശ്വാസം. ചന്ദ്രഘണ്ഠ ഉപാസനകൾക്ക് ബുദ്ധിശക്തിയും നിർഭയത്വവും സിദ്ധിക്കും. നവരാത്രിയിൽ തൃതീയ ദിവസം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ദേവിയെ ഉപാസിക്കുന്നവരിൽ നിന്നും എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടകലുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ശിവപ്രാപ്തിക്കായി നവരാത്രി 3-ാം ദിവസം തൃതീയയ്ക്ക് ചന്ദ്രഘണ്ഠ ദേവിയെ മണിപൂരക ചക്രത്തിൽ ധ്യാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവീക സുഗന്ധങ്ങളും ശബ്ദവും അനുഭവപ്പെടുമെന്നും പറയുന്നു. ചന്ദ്രഘണ്ഠ ദേവിയെ പ്രാർത്ഥിക്കുന്നതിനുള്ള മന്ത്രം: പിണ്ഡജപ്രവരാരൂഢ ചന്ദഗോപാസ്ത്ര കൈര്യുധ പ്രസാദം തനുദേ മഹ്യം ചന്ദ്രകണ്ഠേതി വിശ്രുത.